ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പം നമ്മളെ ഫേ ബേബി ഇതാ ഒരുങ്ങി റെഡി ആയിരിക്കാണ്. എങ്ങോട്ടാണ് പോകുന്നത് ഫേ ബേബിയെ? കടയിൽ പോകുക. എന്ത് വാങ്ങാനാ? ഫേ ബേബിയുടെ പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിക്കണ്. ഞങ്ങളുടെ പെട്ടി കെട്ടി പോണേ? എയർപോർട്ടിക്കോ? ആരാന്ന് പോണത് എയർപോർട്ടിൽ കൂടെ? ആരൊക്കെ? അപ്പൊ അങ്ങനെ ഫേ ബേബി എയർപോർട്ടിക്ക് പോയി എയർപോർട്ടിൽ നിന്ന് കയറാൻ പോകണല്ലേ? ഇന്ന് ഫ്ലൈറ്റ് കയറാൻ പോകല്ലേ ആദ്യമായിട്ട്? അപ്പം നമ്മൾ ഫേ ബേബി ഫ്ലൈറ്റിൽ പോകണമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഫേ ബേബിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ലഗേജൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിക്കണ്. ലഗേജൊക്കെ ഇവിടെ റെഡിയാണ്. വേണ്ട, നോ നോ നോ. ലഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ബേബി ചക്കയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അല്ലേ? അപ്പം ഞങ്ങൾ പോണത് കാണിച്ചു തരാം. അങ്ങനെ ഞാനും എൻ്റെ ഫേ ബേബി ഇന്ന് പോവാണ് കേട്ടോ. ഞങ്ങളിന്ന് ഫേ ബേബിനെ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറ്റാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ ഫിറൂനെയും റേമോളെയും കൊണ്ടുപോകണില്ല കേട്ടോ. വാ, എനിക്ക് സങ്കടം ഉണ്ടടാ പോരാത്തേന്? നോലുമ്പ് വെച്ചിട്ട് ഉറങ്ങി കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ സ്റ്റീലാണിത്. സ്റ്റീൽ ഉറങ്ങി. ഫേ ബേബിയെ ഉവാനെ എറിയാനും കൊണ്ടോണോ? ഷാനുവിനെയും വേണ്ട, ദീദിനെയും വേണ്ട. ഉവാനെ മാത്രം കൊണ്ടുപോയാൽ മതി. ഫിർമോനെ മാത്രം മതി എന്നാട്ടോ പറയുന്നത്. ഷാനും റേമോളും വികൃതി ആട്ടുന്ന കുട്ടികളാന്നാ പറയുന്നത് ഫേ ബേബി അല്ലേ? അല്ലേ? എന്നാൽ ഫോൺ എടുത്ത് വെച്ച് കടന്നുറങ്ങും. നമുക്ക് ഉറങ്ങി നീച്ചിട്ട് വേണം പോകാനല്ലേ? മെച്ചി ക്ഷീണിക്കും. കിടക്ക്, ഉറങ്ങിക്കട്ടോ. ഇപ്പം ഇതാ നമ്മളെ ഫേ ബേബി ജിദ്ദിക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഹായ്, പോവാ? ഓക്കേ. അപ്പൊ നമുക്ക് അങ്ങനെ പോവാണ് കേട്ടോ അല്ലേ? നമ്മളെ എയർപോർട്ടിലേക്ക് പോവാണ്. ഹിന്ദിക്ക് പോകാൻ വേണ്ടിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ആരൊക്കെ വണ്ടിയിലുള്ളത്? സോനുണ്ട്, ഉണ്ട്, ഞങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വല്ലപ്പോഴേക്കാണ് കേട്ടോ. അവിടെ അനിയത്തിൻ്റെ മക്കളുണ്ട് കൂടെ പോരാൻ. അപ്പോൾ അവിടുന്ന് പെട്ടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ അവിടുന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടിയൊക്കെ പാക്കാക്കി പോവാണ്. വണ്ടിയൊക്കെ പോകാൻ നിൽക്കണ്. അതെന്നെ കണ്ടു, എന്നെ കണ്ടു. അല്ല മാഷാ അല്ലാഹ്, മോളങ്ങനെ പോവാണ് മക്കളെ. ആദ്യമായിട്ട് പോവാണ് മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഐഷു ടാറ്റാ ടാറ്റാ. ആ ഓക്കെ ഓക്കെ. അവിടെ നോക്ക കയറിക്കോ. എടാ താത്ത ഷാനോനോട് പറയാ പോകാ പറ. ഉമ്മാനോടൊക്കെ പറ ഇവിടെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, കൈ എടുത്ത് പോയിട്ട്. ആ പൂ പറ.
അളയാക്ക പോക പറ പോകല്ലേ നിങ്ങൾ പറ പോകാന്ന് ടാറ്റേരി ഒരു ടാറ്റേരി ആ അയനെ എന്നോടല്ലേ പോകാൻ കയറിക്കോളി അപ്പൊ പോട്ടെ. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. റുബിന്റെ ഫയൽ എവിടെ? എന്നാലും അങ്ങനെ ഒപ്പം തന്നെ ഓർമ്മിപ്പിച്ചണേ. അപ്പതാ ഞങ്ങളങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ബേബി ഇതിലങ്ങോട്ട് ബാക്കൊക്കെ തിരിഞ്ഞാൽ ഭയങ്കര സീനാണ്. ഫുള്ളാണ് വണ്ടിയിൽ ഞങ്ങള് ഫുള്ളാണ് അല്ലേ. അങ്ങനെ നമ്മളെ കുഞ്ഞാമ്മയൊക്കെ അവിടെ കാണാൻ വേണ്ടി റോട്ടുമ്പോ നിക്കണ്ട് കേട്ടോ. അപ്പോലെ അങ്ങനെ അപ്പതാ നമ്മളെ കുഞ്ഞാമ്മയൊക്കെ ഇവിടെ അപ്പതാ നമ്മളെ കുഞ്ഞാമ്മയൊക്കെ ഇവിടെ അങ്ങനെ റോട്ടുമ്പോ നിക്കണ്ട് കാണാന്. അപ്പൊ ഓലോട് യാത്ര പറഞ്ഞ് ഞങ്ങള് പോവാണ്. അപ്പതാ ഞമ്മളങ്ങനെ എയർപോർട്ട് എത്താനായി തുടങ്ങിക്കണേ. ഇല്ലല്ലേ, നമ്മള് കീശ്ശേരി എത്തി. പിന്നെ അപ്പൊ അങ്ങനെ നമ്മള് കീശ്ശേരി എത്താനായി. ഇവിടെ ചെക്കന്മാരൊക്കെ നോമ്പ് തലയിൽ കയറിയിട്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പൊ നമ്മളെ ഫേബേബി നല്ല ഉറക്കാണ്. നോമ്പ് തുറക്കാനാകുമ്പോക്കിന് ഞങ്ങൾ എയർപോർട്ടിൽ എത്തൂലേ? ഇപ്പൊ സമയം 6:11 അപ്പതാ ഞങ്ങളങ്ങനെ എയർപോർട്ടിലേക്ക് തിരിയണോടത്തുനിന്ന് സ്നാക്സ് വാങ്ങിട്ടോ. സ്നാക്സ് വാങ്ങി പോവാണ്. അപ്പതാ ഞങ്ങള് നോമ്പുറക്കാൻ വേണ്ടി വഴിയിലിറങ്ങി. പൊരികളിതാ ജ്യൂസ്. എല്ലാരും നോമ്പുറക്കാണ്. ജ്യൂസ് എടുത്തോളി കുട്ടികളെ ചോദിച്ചേ. അപ്പതാ പൊരികള് ഒക്കെ കാലിയായിക്കൊണ്ടിരിക്കണേ. ജ്യൂസ് കാലിയായിക്കൊണ്ടിരിക്കണേ. പ്ലേറ്റ് എന്താ വെച്ചിട്ടില്ല ഇവിടെ ആ ജ്യൂസ് കുറച്ച് മധുരമില്ലാത്ത ഓൽക്കൊണ്ട് കൊടുത്താ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് അവിടെ അടുത്ത് നിന്ന് ഞങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിച്ച് ജ്യൂസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോമ്പൊക്കെ തുറന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് എയർപോർട്ടിൽ കാഴ്ചകളും പോകണതൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.